Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural Tuesday. Today we have a Zoom meeting, as you all know. Our Zoom meeting is from 8 p.m. to today night, 8 p.m. to 9:30 p.m. So I am inviting each and everyone to this meeting. It will be a wonderful meeting today because two wonderful people, God's ഹല്ലേലൂയ, എന്താ പറയുക, ദൈവം ശുശ്രൂഷയിൽ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഒരു ഗസ്റ്റ് പാസ്റ്ററുമാണ് നമ്മുടെ നടുവിൽ ഇന്ന് ശുശ്രൂഷിക്കാൻ വരണേ. സോ എവ്രി വൺ, നിങ്ങൾക്ക് ഇതിനു വേണ്ടി, കർത്താവിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കണേ, ഒന്നും വൃഥാവാവില്ല. സോ എന്താ പറയുക, എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Invite everyone in the mighty name of Jesus Christ. Hallelujah. കർത്താവിൻ്റെ സ്നേഹം, hallelujah, സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ വിളിക്കുക. Everyone can join this meeting. There is no such restriction for anyone because Jesus Christ died for the whole mankind. സോ ആർക്ക് വേണമെങ്കിലും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. കടന്നു വരുന്നവരൊക്കെ അനുഗ്രഹിച്ച് മടങ്ങി പോകാറുണ്ട് ദൈവമക്കളെ. എല്ലാവരും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സോ ലോർഡ് ജീസസ്, ഹി ഡൈഡ് ആൻഡ് റൈസൺ ആൻഡ് നൗ ഹി ഈസ് എ ലിവിങ് സേവിയർ ഫോർ ദ ഹോൾ മാൻകൈൻഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ജീസസ് ക്രൈസ്റ്റ് മാത്രമാണ് ദൈവമക്കളെ. God is going to fill you with His strength to overcome all your problems. First let us രണ്ടുപേരും പാട്ടേ പാടുന്നുള്ളൂ. ഒരു ചെറിയ മെസ്സേജ് ആക്കാനാണ് ഞാൻ നോക്കണേ. ഓക്കെ, so let us first lift up, hallelujah, let us praise and glorify our God. Hallelujah. സർവലോക സൃഷ്ടിതാവേ, സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവേ, സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. റിഖാലാബശന്തരെ റിഖാസ്യാന്തര സ്വർഗത്തിൽ എണ്ണമില്ലാത്ത ദൂതസംഘം എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കെറൂബികളും സ്രാഫികളും സെറാഫുകളും കർത്താവിനെ പുകഴ്ത്തുന്നു. വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഓരസ്യാന്തര ലാഭശന്തരെ റിക്കോറസ്യാന്തര. ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥനായ കർത്താവിനെ we are lifting His name this morning. Hallelujah. റിഖാലാബശന്തരെ റിഖാലാബ. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വലോകത്തിലും സ്തോത്രത്തിന് യോഗ്യൻ ഒരുവനേ ഉള്ളൂ ദൈവമക്കളെ. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഓരവസ്യാന്തര സർവ്വലോകവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ മുട്ടും വടക്കും. ഹുഡാരക സന്തരെ റിഖാലബസന്തരെ. സോ ലെറ്റ് മീ ഗോ ടു ദ മെസ്സേജ് ഫസ്റ്റ്. ഓരസ്യാന്തര ലവശന്തരെ. ഇതാണ് Proverbs. The Proverbs is from Proverbs 21:31. Hallelujah. It says like this: the horse is prepared against the day of battle, but safety is of the Lord. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. ധാരബഷി കൊറസ്യാന്തര. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക വേദനകളിലൂടെ
പ്രയാസങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത വേദനകൾ നമ്മളെ നുറുക്കാറുണ്ട്, തകർക്കാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന സ്വർഗത്തിലെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് ദൈവമക്കളെ. വി വിൽ കം ഔട്ട് ഫ്രം ദാറ്റ് ബ്രോക്കൻനെസ്. Yes, we have to go through struggles and sufferings in this wicked world. കർത്താവിൻ്റെ വചനം പറയുന്ന ഇതാണ്, മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്ന താമര. ഹല്ലേലൂയ. സഭയെക്കുറിച്ച് പറഞ്ഞേക്കുക അല്ലേ. സഭ എവിടെയാണ് ഇരിക്കണേ? ഈ ക്രൂക്കഡ് വേൾഡിൻ്റെ നടുവിലാണ് കർത്താവിൻ്റെ മണവാട്ടി ഇരിക്കുന്നത്. ഉടാലക ശന്തരേറി കോറസ്യാന്തറ. അതുപോലെ മുന്തിരിത്തോട്ടങ്ങൾ. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിലെ ഹല്ലേലൂയ, അതിനെക്കുറിച്ച് പറയാം. മുന്തിരിത്തോട്ടങ്ങൾ ആക്ച്വലി തണുപ്പുള്ള സ്ഥലത്താണ് ഉണ്ടാകണ കൂടുതലും അല്ലേ. ഞാൻ ഗ്രേപ്സിൻ്റെ വൈൻ യാർഡിൽ ഞാൻ ഒത്തിരി കാണാൻ പോയിട്ടുണ്ട്. തോട്ടത്തിൽ എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ്. നമുക്ക് അതിനകത്തൂടെ നടക്കാം, ആ തോട്ടങ്ങളിലൂടെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മുന്തിരിങ്ങ പൊട്ടിച്ചെടുക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത്. സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ പറയുന്നത് ഉത്തമ ഗീതത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ്. ഹല്ലേലൂയ. ധാരഭിഷേ കോറസ്യാന്തറ. ഞാൻ ആ വചനം ഒന്ന് എടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ആ ഉത്തമഗീതത്തിൻ്റെ 2 ചാപ്റ്റർ 2 വേഴ്സ് 2 മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുവാണ്. ഹല്ലേലൂയ. ധാരാഭാഷി കോറസ്യാന്തര ലവശന്തരേ. അതുപോലെ ഹല്ലേലൂയ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. കാട്ടും മരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ധാരാഭാഷി കോറസ്യാന്തര. റിഖാലബശന്തര. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂക്കുന്നു. ഹല്ലേലൂയ. ആ മുന്തിരിവള്ളി പൂക്കുമ്പോൾ നല്ല സുഗന്ധമാണ് ആ തോട്ടത്തിൽ വീശുന്നത്. ഹല്ലേലൂയ. ധാരബശന്തര. മണവാളൻ ആയ ക്രിസ്തു സഭയെ വിളിക്കുവാണ്, നീ എഴുന്നേൽക്ക. ഹാലേബിഷിക്കോറ. എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വരികളാണ്. ഒരലഷിക്കോറസ്യാന്തറ. അതുപോലെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. ഹല്ലേലൂയ. റിഖാലാബശന്തരേ റിഖാരബസ്യാന്തര. പാറയാകുന്ന ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കുകയാണ് ദൈവമക്കളെ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ ദൈവ പൈതലായി നമ്മൾ ക്രിസ്തു. വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. റിഖാലാബസ്യാന്തര റിബശന്തരേ. ഓ റിഖാരബസ്യാന്തര. 1 Corinthians 15:57 if you read ഹാലബശന്തരെ. 1 Corinthians ഞാനൊന്ന് എടുത്തോട്ടെ ബൈബിൾ വചനം. 1 Corinthians 15:57. ഹല്ലേലൂയ. ഓറസ്യാന്തരേ റിഖോറസ്യാന്തര ലബശന്തരേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. So we will get victory, but thanks be to God which giveth us a victory through our Lord Jesus Christ. So who is giving victory for us? നമ്മുടെ കുറിവാക്യം എന്നായിരുന്നു? ഹല്ലേലൂയ. യുദ്ധത്തിനായി കുതിരയെ ചമച്ചിരിക്കുന്നു, ജയമോ യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. റിഖാലബ. കർത്താവാണ് നമുക്ക് വിക്ടറി തരുന്നത്. കർത്താവ് ഹി കെയിം ടു ദിസ് വേൾഡ്. ഹല്ലേലൂയ. ധാരബഷ്പല. കർത്താവ് കടന്നുപോയ വേദനകൾ, സഫറിങ്സ് എല്ലാം കർത്താവ് ഫേസ് ചെയ്ത് എന്തിനാണ് ദൈവമക്കളെ? നമ്മുടെ വേദനകൾ മാറ്റാനാണ്, നമ്മളെ സൗഖ്യമാക്കാനാണ്. ആരവശന്തരെ റിക്കോറസ്യാന്തര ലവശന്തരെ. ഹൗ ഹി ഡിഡ് ദാറ്റ്? ജസ്റ്റ് റീഡ് Colossians 2:15. ഹാലവശന്തരെ ഓ റീതാരാബസിക്കോറസ്യാന്തര. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. ധാരാബശന്തര. നമുക്ക് ഓൾറെഡി God has given the victory. Hallelujah. Jesus is the only God who can give victory
ഫ്രം അവർ എനിമീസ്. നമുക്ക് എത്ര അറ്റാക്സ്, നമ്മൾ വിചാരിക്കും ഈ മെസ്സേജൊക്കെ കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ വിചാരിക്കും നമ്മുടെ ഫ്ലഷ്ലി ആയിട്ടുള്ള മനുഷ്യരെയാണ് ഇവർ ഈ ശത്രുക്കളെന്ന് പറയണത്. നോ 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 നോ, നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്ന ഒരു കർത്താവാണ് ഞങ്ങളുടെ കർത്താവ്. ഞങ്ങളുടെ അല്ല, നിങ്ങളുടെയും കർത്താവ്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കണം. പാർഷ്യാലിറ്റി പാടില്ല. വലിയവരെയും ചെറിയവരെയും സ്നേഹിക്കണം. ശത്രുക്കളെ അധികമായി, കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്നേഹിതരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ഹല്ലേലൂയ. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന ആരുമോ ലോകത്തുള്ള ആരും ഞങ്ങളുടെ ശത്രുക്കളല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡാർക്ക് പവേഴ്സ് that is behind the satanic kingdom, that is fighting against the God's kingdom. അതിനെയാണ് നമ്മൾ എനിമി എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആരും ഞങ്ങളുടെ ശത്രുക്കളല്ല കേട്ടോ. ഉറബസി കറാസി അന്തര ലവശന്തരി റിക്കോറസി അന്തര ഉറബസി അന്തര. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാണ്, നമ്മൾ കടന്നു പോകുന്ന വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ടോ നമ്മുടെ എബിലിറ്റി കൊണ്ടോ എന്താ പറയുക, നമ്മുടെ സ്വയം കൊണ്ട്, അതാണ് ഇതിൻ്റെ കറക്റ്റ്. നമ്മുടെ സെൽഫാണല്ലോ ഈ കാണിക്കുന്നതല്ല. ഞാൻ എന്തോ ആണ്, എനിക്ക് കഴിയാത്ത ഒന്നുമില്ല, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ വെറുതെ വിടത്തില്ല. ചില ആൾക്കാരിങ്ങനെ പറയണ കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെയൊക്കെ പറയണേ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അതൊക്കെ ഫ്ലഷീന്ന് വരുന്ന വാക്കുകളാണ്. നമുക്ക് വെൻ വി ഹിയർ ദ ടോക്ക് ഓഫ് പീപ്പിൾ നമുക്ക് മനസ്സിലാവും അവരത് ഫ്ലഷീന്നാണോ ആത്മാവിനാലാണോ സംസാരിക്കണേന്ന് നമുക്ക് മനസ്സിലാവും. ഹാരബശന്തരെ റിക്കോറസ്യാന്തര. ഈ കർത്താവിലായിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ എന്ന വാക്കിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ദൈവമക്കളെ? നോ, നമ്മളില്ല അവിടെ. നമ്മൾ മരിച്ചു കഴിഞ്ഞു. കർത്താവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് നമ്മളല്ല, ക്രിസ്തു അത്രേ. എൻ്റെ സൗണ്ട് ഇത്രയേ ഉള്ളൂ. വെരി സോറി, കാരണം എൻ്റെ സൗണ്ട് ഇപ്പോഴും പോയി രാവിലെ. അദാസ്യാന്തരാലപശ്യന്തരയുള്ള സൗണ്ട് കൊണ്ട് പറയുക. ധാരാലാഭാഷി കോറസ്യാന്തര. നമ്മൾ ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, ടേക്ക് അപ്പ് യുവർ ക്രോസ്. ഞാൻ വചനം ഒന്നും എടുക്കുന്നില്ല, സമയം പോയി. ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. ഹല്ലേലൂയ. കർത്താവ് അതാണ് പറഞ്ഞത്. നമുക്കുള്ള ക്രൂശ് എടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ധാരബശന്തര. ഗലേഷ്യൻസ് 6:14. ഹല്ലേലൂയ. റിഖാസ്യാന്തര ലബേഷി കോറസ്യാന്തര. ഗലേഷ്യൻസ് 6:14 നമ്മളെടുത്താൽ അവിടെ ഇങ്ങനെ എഴുതിയേക്കണം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്കാണിത്. ഞാൻ ഇംഗ്ലീഷും പറയാം. ബട്ട് ഗോഡ് ഫോർബിഡ് ദാറ്റ് ഐ ഷുഡ് ഗ്ലോറി സേവ് ഇൻ ദ ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ബൈ whom the world is crucified unto me and I unto the world. ഓടാലാശിക്കോറസ്യാന്തര. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. ശത്രു നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാവിലെ ഓരോ വാക്കും അവൻ നോക്കിക്കൊണ്ടിരിക്കുക, നമുക്കെതിരെ തിരിയാനായിട്ട്, നമ്മുടെ ഫാമിലിക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ നാവ് നമ്മൾ വളരെ സൂക്ഷിക്കണം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവനാ ലോകവും ശ്രദ്ധിച്ച് കേൾക്കണമേ വചനം. എഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പണത്തിലോ നമ്മുടെ പ്രശസ്തിയിലോ നമ്മുടെ പേരിലോ നമ്മളൊന്നിലും പ്രശംസിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? നമ്മൾ പലരും കോരക്കോരെ പ്രസംഗിക്കുന്ന കാണാം. ഞാൻ ഇന്നടുത്തു എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ മിക്കത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനെയാണ് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് എനിമിക്ക് നന്നായിട്ടറിയാം. അവൻ അവിടെ നിന്ന് തുള്ളിച്ചാടുക, അവരെൻ്റേതാ ഉയർത്തുക.
നമ്മൾ ഉയർത്തേണ്ടത് യേശു കർത്താവിനെയാണ്. ഹല്ലേലൂയ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ ആത്മാവിലിട്ട് വീണ്ടും 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 ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഞാൻ ഉൾപ്പെടെ പറയുക, നമ്മൾ നമ്മുടെ കർത്താവിലല്ലാതെ, ഈ ക്രൂശിലല്ലാതെ, നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മൾ എന്തെങ്കിലും നമ്മൾ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, യു ഹാവ് ടു റിപ്പൻറ്റ് ബിഫോർ ഗോഡ്. സത്യമായ കാര്യമാണ്. എന്നെ ഉൾപ്പെട്ടാ പറയുന്നത്. ഹല്ലേലൂയ. വൃക്കാരബസ്യാന്തരാലവശന്തരെ. നമുക്ക് ബോസ്റ്റ് ചെയ്യാൻ എന്താ ഉള്ളത് മക്കളെ? ഉറസിക്കറസ്യാന്തര. കർത്താവൊക്കെ ക്രൂശിൽ ജീവൻ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും ആ പാപക്കുഴി കിടക്കുമായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ ആ നിത്യനരകത്തിൽ പോയി വീഴത്തില്ലായിരുന്നോ? ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഞാൻ ആരുമല്ല, ഒന്നുമല്ല ദൈവമക്കളെ. ആരവശന്തരെ. ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കണം. ഞാൻ നിങ്ങളെ ഒരു മതത്തിലേക്ക് കൊണ്ടുവരുമല്ല. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ മതത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ചിലർ നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്ന, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ അങ്ങ് അമേരിക്കയിൽ നിന്നൊക്കെ കാശ് വരും, ഡോളർ വരും, അതുകൊണ്ടാണ്. എന്തൊക്കെ ഈ പറയണേ? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ, ഇങ്ങനെ ശുശ്രൂഷിക്കുന്നവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളാരും നിത്യനരകത്തിൽ പോരുതേ മക്കളെ. നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ, നിങ്ങൾക്ക് ജീവൻ ഈ ഭൂമിയിൽ തന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലേക്ക് തിരിയാനാണ്. ആ സൃഷ്ടിച്ചൻ്റെ ഈ ഭൂമിയുടെ ജീവകാലം കഴിഞ്ഞിട്ട് ആ സൃഷ്ടിച്ചവൻ്റെ അടുക്കൽ ചെല്ലണം നമ്മൾ. നിത്യനരകം എന്താണെന്നൊന്ന് പഠിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, നിങ്ങളാരും ഞങ്ങൾക്കെതിരെ സംസാരിക്കത്തില്ല. ഉടാല ബഷാന്തര റിക്കോറസ്യാന്തര. എൻ്റെ യേശു കർത്താവിന് വിരോധമായി നിങ്ങൾ സംസാരിക്കത്തില്ല. നല്ല പ്രവൃത്തി ചെയ്ത ഒരു പുണ്യ മനുഷ്യനല്ല എൻ്റെ യേശു. ഈസ് എ ഗാഡ്, ഈസ് എ ലിവിങ് ഗാഡ്, ഹീസ് എ സേവിയർ, ഹീ ക്യാൻ ഓൺലി വാഷ് യുവർ സിൻസ്. അല്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ ചാരിറ്റി ചെയ്തുകൊണ്ടോ, 1000 മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ, മല കയറിയത് കൊണ്ടോ, തേങ്ങ ഉടച്ചത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകത്തില്ല. നെവർ എവർ. ഉടാല ശന്തര റിക്കോറസ്യാന്തര. എന്തിനാ ഈ മണ്ടത്തരം കാണിച്ച് ലൈഫ് വെറുതെ കളയണേ? ഒരു ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ എത്ര നാളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അറിയാമോ ദൈവമക്കളെ? ഹാലവശന്തരി റിക്കോറസ്യാന്തര. കേരളത്തിലെ ഈ ദിവസങ്ങളിലെ ഡെത്ത് റേറ്റ് എടുത്ത് നോക്കിയാൽ, സൂയിസൈഡ് റേറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാം ഒരു 20 to 40 ഇടയ്ക്കുള്ള ആൾക്കാരാണ് പോയേക്കണേ. അവർ പോയിട്ടെന്താ? അവരുടെ നല്ല സമയം, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവർ, കർത്താവിനെ അറിഞ്ഞ് കർത്താവ് വെച്ചേക്കണ നന്മകൾ പ്രാപിച്ച് ജീവിക്കേണ്ട നല്ല ഏജിൽ അവരൊക്കെ ഡ്രഗിന് അഡിക്റ്റഡായി ദൈവഹിതമല്ലാത്ത വഴികളിൽ നടന്നു, പാപവഴികളിൽ നടന്നു. അവർ മാത്രമല്ല, എത്രയോ കുടുംബങ്ങളിലെ മക്കളെ ആ പാപത്തിലേക്ക് വലിച്ചഴിച്ചു. ആ യൂത്ത് മുഴുവൻ നഷ്ടമായി. ശത്രു സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട്. നിങ്ങൾക്ക് ആർക്കും വിഷമമില്ല ഇത് കണ്ടിട്ട്? ഹാലവശന്തരെ ഫ്രിക്കോറസ്യാന്തരാലവശന്തര. ഇനിയെങ്കിലും ഹാലേലൂയ ദൈവമക്കളെ, ഹാലവശന്തരെ റിക്കോറസ്യാന്തര. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ, കം ടു ജീസസ്. ഹാലവശന്തരെ, കം ടു ജീസസ്. ഈശോ കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഹാലേലൂയ. ഉടാല ശന്തരെ റിക്കോസ്യാന്തര. ഇന്ന് വരെ ഞാൻ എൻ്റെ കർത്താവിന് മിനിസ്ട്രി ചെയ്തിട്ട് 1 രൂപ പോലും ഞാൻ ആരുടെടുത്തൊന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ കർത്താവിന് സാക്ഷിയായി ഞാൻ നിങ്ങളോട് പറയുവാണ് ദൈവമക്കളെ. നെവർ എവർ ഞാനൊരു പേരെടുക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഇന്നും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കത് ധൈര്യമായിട്ട് പറയാം.
ഇനിയും അങ്ങനെ ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം അത്രമാത്രം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി ജീവൻ തന്നു. ഞാൻ അനുഭവിച്ച ഈ സ്നേഹം ഇന്നെനിക്ക് ഹല്ലേലൂയ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നല്ല 100% ഐ ആം ഷുവർ ദാറ്റ് ഐ വിൽ ഗോ ടു ജീസസ്. Urashyandara, Likarabashyandara. How many of you are sure about it? About your eternity? Halavashandare, Rikarashyandara Alava. So don't waste your time. Don't waste your life. Give your life to Jesus Christ. He will solve your problems. കർത്താവിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഇല്ല ദൈവമക്കളെ. ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു മീഡിയയിൽ കണ്ടു, 28 പേരെ കൊന്നൊരാൾ, 36 പേരെ കൊന്നൊരാൾ. അവരൊക്കെ ഇന്ന് ശൗലിനെ കർത്താവ് പിടിച്ചോലിങ്ങ് പിടിച്ചു. ഇപ്പം അവരൊക്കെ എന്താ ചെയ്യണേന്നറിയോ? അനേക ലക്ഷം ആൾക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് മൈ ഗോഡ്. മേ ബി യു മൈറ്റ് ബി ടെല്ലിങ്, ഞാനൊരു പാപിയാണ് സിസ്റ്ററെ, എന്നെ കർത്താവ് സ്നേഹിക്കും ദൈവമക്കളെ, സ്നേഹിക്കും. കർത്താവ് പാപികളെ തേടിയാവാം, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായി ഭൂമി വന്നേ. നിങ്ങളെ സ്നേഹിക്കും കർത്താവ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ രാത്രിത്തെ മീറ്റിങ്ങിന് കടന്നു വരിക. ഹാലബശന്തരെ, അത് കഴിഞ്ഞ് മീറ്റിംഗ് കടന്നു വരിക. നിങ്ങൾ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് സമയത്തും എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയാം, 8138814577. ഈ നമ്പറിൽ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങളെ വചനം പഠിപ്പിക്കാം, ക്രിസ്തു ആരാന്ന് പറഞ്ഞു തരാം. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടൂ. നിങ്ങളുടെ ഫാമിലി അറ്റ്ലീസ്റ്റ്, ഞാൻ പറയണേ, അനേകരെ നേടാനൊന്നും കഴിഞ്ഞില്ല, പുറത്തിറങ്ങി ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ രക്ഷപ്പെട്ട നിങ്ങളുടെ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാമല്ലോ, ഇല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലിയെ രക്ഷയിലേക്ക് കൊണ്ടുവരാമല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമല്ലോ. അത്രയെങ്കിലും ആട്ടെ. ഉറബശ്യാന്തര റിഖാറബസ്യാന്തര റീബശന്തരേ. സോ ഹി റോസ് ആൻഡ് ഗേവ് us the victory over everything. എല്ലാത്തിൻ്റെ മേലും കർത്താവ് നമുക്ക് ജയം നൽകി. ഹാറബഷ്, താങ്ക് യു ലോർഡ് ഫോർ ഓൾ ദ mercy and grace that you have poured upon us, Daddy. കർത്താവേ സ്തോത്രം. Take away all the agonies, all the sufferings, pains from the people, from the disasters, especially hallelujah കർത്താവേ cancerous patients, ഒരുപാട് രോഗികളായിട്ട് ബെഡ്രിഡനായി ഹോപ്പ്ലെസ് ആയിട്ട് കിടക്കുന്ന അനേക ആൾക്കാരുണ്ട് ഡാഡി. ലെറ്റ് ദ ഗോസ്പൽ റീച്ച് ദെയർ. ലെറ്റ് ഏഞ്ചൽസ് ഹാലബസന്തരെ ഏഞ്ചലിക് വിസിറ്റേഷൻസ് അവർക്ക് ഉണ്ടാവട്ടെ. എത്ര സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കണേ. ഹല്ലേലൂയ. കർത്താവ് വർഷങ്ങളാലെ മെസ്സേജ് കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞാൻ കൂടി ജീവൻ വെച്ചു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ. ആമേൻ ആമേൻ. സോ മേ ഗോഡ് ബ്ലെസ് യു ആൾ. സോ ഞാൻ ആ ലിങ്കും ഇതും ഓൾറെഡി ബ്രോഡ്കാസ്റ്റിൽ ഞാൻ ഇട്ട് കഴിഞ്ഞു. ആർക്കെങ്കിലും വേണേൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ. ഹാവ് എ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ പീസ്ഫുൾ Tuesday. Okay? Bye bye. I love you all.